ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പൊട്ടാറ്റോ ചിക്കൻ ചീസ് ലോലിപോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലോട്ട് തൊലി കളഞ്ഞ പൊട്ടാറ്റോയും അതുപോലെ നന്നായിട്ട് കഴുകി വെച്ച ചിക്കനും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലൊക്കെ ഉള്ളൊരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ളി കട്ടിയില്ലാണ്ട് നല്ല നേരിയതായിട്ട് അത് ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ദേ അപ്പോഴേക്കും നമ്മുടെ ചിക്കനും അതുപോലെ പൊട്ടാറ്റോയും ഒക്കെ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് പൊട്ടാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചിക്കന് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം കടായി പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയും അതുപോലെ ഈ സവാളയും കറിവേപ്പില അതുപോലെ പച്ചമുളക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മുടെ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കി വെച്ച ചിക്കന് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കുറച്ച് അധികം നല്ലതുപോലെ ചൂടോട് കൂടി ചെയ്യരുത്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് 2 കോഴിമുട്ട എടുത്ത് ബീറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ബ്രെഡ് ക്രംസ് വേണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചീസ് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചീസ് റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ചീസ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ നന്നായിട്ട് ഈ മസാല വെച്ചിട്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എഗ്ഗിൽ മുക്കുക. എന്നിട്ട് ഇതേ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ അതിൻ്റെ സ്റ്റിക്കായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതേ അതുപോലെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതേ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുത്തിട്ട് പൊരിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഒരു കടായി പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് മുങ്ങത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടൊമാറ്റോ കെച്ചപ്പുമായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.